ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് നീ വരുവോളം 7-ാം ഭാഗം. രചന ആമിക, അവതരണം ബിൻസു ഷിജി. 3 രാവും 3 പകലും ആ ആശുപത്രിയുടെ തണുത്ത വരാന്തയിൽ കാലം നിശ്ചലമായതുപോലെ തോന്നി. വീണയുടെ മാതാപിതാക്കളും ശ്യാമും ഉറക്കമെന്തെന്ന് അറിഞ്ഞിട്ടില്ല. വീണയ്ക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് ഡോക്ടർ പറയുമ്പോഴും അവൾക്ക് ബോധം വീണ്ടു കിട്ടിയിരുന്നില്ല. ഓരോ തവണ ICUവിൻ്റെ വാതിൽ തുറക്കുമ്പോഴും ഒരു പിടച്ചിലോടെ അവർ അങ്ങോട്ടേക്ക് പാഞ്ഞു. പ്രാർത്ഥനകൾ മാത്രമായിരുന്നു അവരുടെ ഏക തുണ. ഒടുവിൽ 4-ാം ദിവസം പ്രത്യാശയുടെ കിരണങ്ങൾ വീശി ആ ശുഭവാർത്തയെത്തി. ICUവിൽ നിന്നും പുറത്തേക്ക് വന്ന ഡോക്ടറുടെ മുഖത്ത് ഒരു ചെറു ചിരിയുണ്ടായിരുന്നു. പരിഭ്രമത്തോടെ അടുത്ത് ചെന്ന് ശ്യാമിനെയും മാതാപിതാക്കളെയും നോക്കി ഡോക്ടർ ആശ്വാസത്തോടെ പറഞ്ഞു, ഇനി പേടിക്കാനൊന്നുമില്ല. ഷീ ഈസ് ഔട്ട് ഓഫ് ഡേഞ്ചർ. മരുന്നുകളോട് വീണ നന്നായി പ്രതികരിക്കുന്നുണ്ട്. ബോധം പൂർണ്ണമായും വീണ്ടു കിട്ടിക്കഴിഞ്ഞു. നമുക്കിനി അവളെ റൂമിലേക്ക് മാറ്റാം. ആ വാക്കുകൾ കേട്ടതും വീണയുടെ അമ്മയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞൊഴുകി. ശ്യാമിന് ശ്വാസം നേരെ വീണത് അന്നേരമാണ്. നെഞ്ചിൽ കെട്ടിക്കിടന്ന വലിയൊരു ഭാരം ഇറക്കി വെച്ചതുപോലെ അവൻ മുകളിലേക്ക് നോക്കി ഒരു നിമിഷം കണ്ണുകൾ അടച്ചു. സ്ട്രെച്ചറിൽ ICUവിന് പുറത്തേക്ക് വന്ന വീണയെ കണ്ടപ്പോൾ നഷ്ടപ്പെട്ട ജീവൻ തിരികെ കിട്ടിയ ആശ്വാസമായിരുന്നു എല്ലാവർക്കും. വിളറിയ മുഖത്തും തളർന്ന കണ്ണുകളിലും പഴയ കുസൃതിയുടെ തിളക്കം അപ്പോഴും ബാക്കിയുണ്ടായിരുന്നു. പ്രിയപ്പെട്ട മകളെ കണ്ടതും സന്തോഷം സഹിക്കാനാവാതെ അച്ഛനും അമ്മയും അവളെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. പക്ഷേ മരണത്തിൻ്റെ നെല്ലിൽ നിന്നും മടങ്ങിയെത്തിയ വീണ പഴയ വീണ തന്നെയായിരുന്നു. ആ കണ്ണുനീർ കണ്ട് അവൾ മെല്ലെ ചിരിച്ചു. അയ്യേ, നിങ്ങൾക്ക് നാണമില്ലേ? ഇവിടെ ഇപ്പോൾ ഇതിനു മാത്രം കരയാൻ എന്താ ഉണ്ടായത്? വെറുതെ സീനാക്കാതെ. ലുക്ക് മീ, ഐ എം കംപ്ലീറ്റ്ലി ഓൾ റൈറ്റ് ബഡീസ്. ഒരു കള്ളച്ചിരിയോടെയുള്ള അവളുടെ ആ കളിയാക്കൽ കേട്ടപ്പോഴാണ് എല്ലാവരുടെയും ഉള്ളിലുണ്ടായിരുന്ന ഭയം പെയ്തൊഴിഞ്ഞത്. ആ വരാന്തയിൽ ആദ്യമായി ഒരു ചിരി വിരിഞ്ഞു. ഇതിനിടയിൽ അല്പം മാറി നിൽക്കുകയായിരുന്ന ശ്യാം പെരുക്കെ അവളുടെ അടുത്തേക്ക് ചെന്നു. അവനെ കണ്ടതും വീണയുടെ മുഖത്തെ ഭാവം പാടെ മാറി. ചുറ്റുമുള്ളവർ ശ്രദ്ധിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തി അവൾ അവനെ നോക്കി രഹസ്യമായി കണ്ണുരുട്ടി. എന്നിട്ട് ശബ്ദം താഴ്ത്തി ചോദിച്ചു, എല്ലാം എല്ലാവരോടും വിളിച്ച് പറഞ്ഞോ നീ? അവളുടെ പേടി കണ്ടപ്പോൾ ശ്യാമിന് ചിരി വന്നു. അവളുടെ തലയിൽ മെല്ലെ ഒരു തട്ട് കൊടുത്തിട്ട് അവൻ പറഞ്ഞു, ഇല്ലടോ, താൻ പേടിക്കൊന്നും വേണ്ട. ഞാൻ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല. താൻ കണ്ണു തുറന്നല്ലോ, അത് മതി എനിക്ക്. അവൻ്റെ വാക്കുകളിലെ ആർദ്രത തിരിച്ചറിഞ്ഞെങ്കിലും വീണ് തൻ്റെ കുസൃതി വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. അവൾ അവനെ നോക്കി കൈകൾ കൊണ്ട് അടുത്തേക്ക് വരാൻ ആംഗ്യം കാണിച്ചു. എന്തോ ഗൗരവമായ കാര്യമാണെന്ന് കരുതി ശ്യാം ആകാംക്ഷയോടെ അവൾക്കരികിലേക്ക് കുനിഞ്ഞു. അപ്പോൾ അവളുടെ മുഖത്ത് പഴയ ആ കള്ളച്ചിരി വിരിഞ്ഞു. മോനെ ശ്യാമേ, നിനക്കുള്ള പണി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. കാണിച്ചു തരാം ഞാൻ, നോക്കിക്കോ. ഒരു കുഞ്ഞു പൊട്ടിച്ചിരിയോടെ അവളത് പറയുമ്പോൾ, ഇനി ബാക്കിയെല്ലാം റൂമിൽ ചെന്നിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് അറ്റൻഡർ അവളുടെ സ്ട്രെച്ചർ മുറി ലക്ഷ്യമാക്കി നീക്കി. അവളുടെ ആ പഴയ വീരവാദം കേട്ട് ശ്യാം ഒരു നിമിഷം അന്തം വിട്ടുപോയി. ഈ പെണ്ണിൻ്റെ ഒരു കാര്യം, മരണം വരെ മുന്നിൽ വന്ന് നിന്നിട്ടും അവൾ പഠിക്കില്ലല്ലോ. തലയിൽ കൈവച്ച് ചിരിച്ചുകൊണ്ട് അവൻ ആ വരാന്തയിലൂടെ നടന്നു. അവളുടെ ആ ഉന്മേഷം തന്നെയാണ് തൻ്റെ കരുത്തെന്ന് അവൻ ഉള്ളാലെ തിരിച്ചറിയുന്നുണ്ടായിരുന്നു. യാത്ര പറയാനായി ശ്യാം രവിശങ്കറിനടുത്തേക്ക് ചെന്നു. അങ്കിൾ, ഞാൻ ഓഫീസിൽ പോയിട്ട് 3-4 ദിവസമായി. പ്രൊജക്റ്റുകൾ ഒരുപാട് പെൻഡിങ് ആണ്. ഒന്ന് വീട്ടിൽ പോയി ഫ്രഷ് ആയിട്ട് വേണം അങ്ങോട്ട് ഇറങ്ങാൻ. എന്താവശ്യമുണ്ടെങ്കിലും ഒരു വെളിപ്പുറത്ത് ഞാനുണ്ടാകും. അവൻ്റെ ഉത്തരവാദിത്ത ബോധവും സ്നേഹവും കണ്ടപ്പോൾ രവിശങ്കറിൻ്റെ ഉള്ളം നിറഞ്ഞു. തിരിഞ്ഞു നടന്ന അവനെ രവിശങ്കർ സ്നേഹത്തോടെ പുറകിൽ നിന്ന് വിളിച്ചു, മോനെ. ശ്യാം തിരിഞ്ഞു നോക്കിയപ്പോൾ വികാരാധീനനായ രവിശങ്കറിനെയാണ് കണ്ടത്. അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ നന്ദിയും വാത്സല്യവും ഒരുപോലെ നിറഞ്ഞു നിന്നു. അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഇത്രയും ദിവസം ഞങ്ങൾക്ക് താങ്ങായി തണലായി നീ ഉണ്ടായിരുന്നു. നിന്നെ എൻ്റെ കൂട്ടുകാരൻ്റെ മകനായി മാത്രം കാണാൻ എനിക്കാവുന്നില്ല. അതിനു മുകളിൽ എന്തോ ഒരു ബന്ധം നമുക്കിടയിലുണ്ട്. അങ്ങനെ എനിക്ക് തോന്നുന്നു. അത് കേട്ട് ശ്യാമിൻ്റെ ചുണ്ടിൽ ആ പഴയ കുസൃതി ചിരി വിരിഞ്ഞു. രവിശങ്കറിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി അല്പം ഗൗരവത്തിൽ അവൻ പറഞ്ഞു, അങ്കിൾ, കൂട്ടുകാരൻ്റെ മകനെ പോലെ കാണണ്ട. സ്വന്തം മകനായി തന്നെ കണ്ടോളൂ. നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ മാത്രം. താൻ പറഞ്ഞ ഒളിയമ്പിൻ്റെ അർത്ഥം അദ്ദേഹം പൂർണ്ണമായി ഗ്രഹിക്കുന്നതിന് മുൻപേ ഒരു വികൃത ചിരിയോടെ ശ്യാം അവിടെ നിന്നും വേഗത്തിൽ ഓടിമറഞ്ഞു.
അവൻ അപ്രത്യക്ഷനായ ശേഷമാണ് ആ വാക്കുകളിലെ ആഴം രവിശങ്കറിന് മനസ്സിലായത്. ശ്യാം തൻ്റെ മകളെ സ്നേഹിക്കുന്നുണ്ടെന്നും അവളെ പൊന്നുപോലെ നോക്കുമെന്നും ആ വാക്കുകൾ ഉറപ്പു നൽകുന്നത് പോലെ അദ്ദേഹത്തിന് തോന്നി. ആ മനസ്സിൽ സന്തോഷത്തിൻ്റെ 1000 പൂത്തിരികൾ ഒരേ സമയം തെളിഞ്ഞു. എന്തൊക്കെയോ ശുഭകരമായ കാര്യങ്ങൾ ഉറപ്പിച്ചുകൊണ്ട് അദ്ദേഹം മകൾക്കരികിലേക്ക് നടന്നു. പിന്നീട് ഒരു 10-12 ദിവസം എടുത്തു വീണയൊന്ന് പഴയപടിയാകാൻ. ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജായി വന്ന അന്നു മുതൽ ശ്യാം പതിവായി മംഗലത്ത് തറവാട്ടിലെത്തുമായിരുന്നു. ശൂന്യമായിരുന്ന ആ വലിയ വീടിൻ്റെ ഇടനാഴികളിൽ വീണ്ടും കളിച്ചിരികളും പൊട്ടിച്ചിരികളും പുനർജനിച്ചു. ഓരോ ദിവസവും ഓഫീസിലേക്ക് പോകുമ്പോഴും വരുമ്പോഴും വീണയ്ക്കൊരു ഹായ് നൽകുന്നത് ശ്യാമിനൊരു ലഹരിയായി മാറി. എന്നാൽ ഒരു ദിവസം രാവിലെ പതിവ് പോലെ അവൻ വീട് പൂട്ടി പടികളിറങ്ങി നിന്നു. അവൻ്റെ കണ്ണുകൾ തനിയെ മംഗലത്ത് തറവാടിൻ്റെ ഉമ്മറത്തേക്ക് നീണ്ടു. പക്ഷേ അവിടെ എങ്ങും വീണയെ കണ്ടില്ല. ഓരോ ദിവസവും തന്നെ കാത്തു നിൽക്കാറുള്ള ആ ചിരിക്കുന്ന മുഖം അവിടെ ഇല്ലാഞ്ഞത് ശ്യാമിനെ വല്ലാതെ അസ്വസ്ഥനാക്കി. അവളുടെ ആ കുസൃതി ചിരി എവിടെ പോയി മറഞ്ഞു എന്ന ചിന്തയോടെ അവൻ ഉമ്മറത്തേക്ക് തന്നെ നോക്കി നിന്നു. ഭഗവാനെ, ഈ കുരിപ്പ് എവിടെ പോയി? അവളെ ഒന്ന് കണ്ടില്ലെങ്കിൽ ഈ ദിവസം തുടങ്ങാൻ തന്നെ ഒരു സുഖവുമില്ലല്ലോ. ശ്യാം മനസ്സിൽ മന്ത്രിച്ചു. അപ്പോഴേക്കും അവളുടെ സാമീപ്യം അത്രമേൽ അവന് പ്രിയപ്പെട്ടതായി മാറിക്കഴിഞ്ഞിരുന്നു. മംഗലത്ത് തറവാടിൻ്റെ ഉമ്മറത്തേക്ക് ഒരു വട്ടം കൂടി ആശയോടെ കണ്ണൊഴിച്ച് മനസ്സില്ലാ മനസ്സോടെ അവൻ വീട് പൂട്ടി. പക്ഷെ 2 അടി മുന്നോട്ട് വെക്കും മുൻപേ ശ്യാമിൻ്റെ ബാലൻസ് തെറ്റി. കാലിനടിയിൽ എന്തോ ഒരു തടസ്സം പോലെ. ഒട്ടും പ്രതീക്ഷിക്കാത്ത ആ നിമിഷത്തിൽ നിയന്ത്രണം വിട്ട് അവൻ വശത്തേക്ക് മറിഞ്ഞു വീണു. ആ വീഴ്ചയുടെ ആഘാതത്തിൽ അവൻ വേദന കൊണ്ട് പുളയുമ്പോൾ അന്തരീക്ഷത്തിൽ ഉയർന്നത് വീണയുടെ വിജയം ആഘോഷിക്കുന്ന പൊട്ടിച്ചിരിയായിരുന്നു. മുറ്റത്തെ ആ വലിയ മരത്തിന് പിന്നിൽ ഒളിച്ചിരുന്ന അവൾ വിജയശ്രീ ലാളിതയായി ഓടി വന്നു. കണ്ടോ ശ്യാമേ, നിനക്കുള്ള പണി ഞാൻ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞതല്ലേ? വീണയോടാ കളി. അവൾ കൈകൊട്ടി ചിരിച്ചു. കടുത്ത ദേഷ്യത്തോടെ അവളെ പിടിക്കാനായി അവൻ ആഞ്ഞു ശ്രമിച്ചു. പക്ഷെ നിലത്തു നിന്ന് ഒരടി പോലും അനങ്ങാൻ അവന് സാധിച്ചില്ല. വലത് കാലിൽ നിന്ന് അസഹനീയമായ ഒരു മിന്നൽ പിണർ ശരീരമാകെ പടരുന്നത് അവൻ അറിഞ്ഞു. അസ്ഥികൾക്കിടയിൽ എന്തോ ഉടയുന്ന ശബ്ദം അവൻ വ്യക്തമായി കേട്ടു. വേദന കൊണ്ട് മുഖം വലിഞ്ഞു മുറുകി അവൻ നിലവിളിച്ചു. എടി മഹാബാബി, നിനക്ക് സന്തോഷമായല്ലോ. നീ നീ എൻ്റെ കാലൊടിച്ചു. ശ്യാം നിലത്ത് വീണത് കണ്ടതും ആദ്യം വീണയുടെ ഉള്ളിൽ ആവേശമാണ് തോന്നിയത്. അവൾ കൈകൊട്ടി ആർത്തു ചിരിച്ചു. ഓ, ഇപ്പോഴാണ് എനിക്ക് ശരിക്കും സമാധാനമായത്. നിന്നെ ഈ പരുവത്തിലൊന്ന് കാണാൻ പറ്റിയല്ലോ, അവൾ പരിഹാസത്തോടെ പറഞ്ഞു. തൻ്റെ കളി വിജയിച്ചതിൻ്റെ ആഹ്ലാദത്തിലായിരുന്നു അവൾ. എന്നാൽ ശ്യാമിൻ്റെ മുഖം വേദന കൊണ്ട് വലിഞ്ഞു മുറുകുന്നതും അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നതും കണ്ടപ്പോൾ പെട്ടെന്ന് അവളുടെ ചിരി മാഞ്ഞു. അവൻ്റെ ശബ്ദത്തിലെ ആ വന്യമായ വേദന തിരിച്ചറിഞ്ഞതും കുസൃതി ഒരു വലിയ അപകടത്തിലേക്കാണ് വഴിമാറിയതെന്ന് അവൾ ഭീതിയോടെ മനസ്സിലാക്കി. ബഹളം കേട്ട് രവിശങ്കർ വീട്ടിൽ നിന്ന് ഓടി വന്നു. നിലത്ത് കിടന്ന് പുളയുന്ന ശ്യാമിനെ കണ്ട് അദ്ദേഹം സ്തംഭിച്ചുപോയി. എന്താ എന്താ മോനെ, എന്തു പറ്റി? അദ്ദേഹം പരിഭ്രമത്തോടെ അവനിലേക്ക് കുനിഞ്ഞു. അങ്കിൾ, ഞാനൊന്ന് വീണു. എൻ്റെ കാലൊടിഞ്ഞെന്നാ തോന്നുന്നേ. എനിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല. വേദന കടിച്ചമർത്തി ശ്യാം വിതുമ്പി. അവൻ്റെ സ്വരം വല്ലാതെ താഴ്ന്നു പോയിരുന്നു. രവിശങ്കർ അവനെ താങ്ങി എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചപ്പോഴാണ് ശ്യാമിൻ്റെ കാൽ അസ്വാഭാവികമായി തൂങ്ങിയാടുന്നത് വീണ കണ്ടത്. ആ കാഴ്ച കണ്ടതും അവളുടെ ഉള്ളിലെ ബാക്കിയുണ്ടായിരുന്ന ചിരിയും പാടെ മാഞ്ഞു. നെഞ്ചിലൊരു കൊള്ളിയാൻ മിന്നിയതുപോലെ അവൾ തകർന്നുപോയി. ഒരു നിലവിളിയോടെ അവൾ അവൻ്റെ അടുത്തേക്ക് പാഞ്ഞു വന്നു. ചേട്ടാ, ഞാൻ അറിയാതെ ചെയ്തതാ. വിറയ്ക്കുന്ന കൈകളോടെ അവൾ അവൻ്റെ അരികിലിരുന്നു. അവളുടെ വാക്കുകൾ കണ്ണുനീരിൽ മുങ്ങിപ്പോയിരുന്നു. തൻ്റെ തമാശ ഇത്ര വലിയൊരു ദുരന്തമാകുമെന്ന് അവൾ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. രവിശങ്കർ അവനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പായുമ്പോൾ വീണ കണ്ണീരോടെ മുറിയിൽ കയറി വാതിലടച്ചു. അവൾക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ലായിരുന്നു. കുറ്റബോധം അത്രമേൽ അവളെ പിടികൂടിയിരുന്നു. ശ്യാമിൻ്റെ കാലിന് വലിയൊരു ശസ്ത്രക്രിയ തന്നെ വേണ്ടി വന്നു. തകർന്ന എല്ലുകൾ സ്ക്രൂകളിലിട്ട് മുറുക്കി അവനെ ICUവിലേക്ക് മാറ്റി. ആശുപത്രി വാസത്തിലുടനീളം സ്വന്തം മകനെ പോലെ രവിശങ്കർ അവനൊപ്പമുണ്ടായിരുന്നു. തൻ്റെ വീട്ടുകാരെ ഇത് അറിയിക്കരുതെന്ന് ശ്യാം പ്രത്യേകം ചട്ടം കെട്ടി. എന്നാൽ ആ ദിവസങ്ങളിൽ ഒരിക്കൽ പോലും വീണ അവനെ കാണാൻ ആശുപത്രിയിലേക്ക് വന്നില്ല. വീട്ടിൽ കരഞ്ഞു തളർന്ന കണ്ണുകളുമായി വീണ ഏകാന്തതയുടെ തടവറയിലായിരുന്നു. ആർക്കും അവളെ ആശ്വസിപ്പിക്കാൻ കഴിഞ്ഞില്ല.
അവളുടെ കുസൃതികൾ ഇതിനു മുമ്പ് ആരെയും വേദനിപ്പിച്ചിരുന്നില്ല. പക്ഷേ ആദ്യമായി താൻ ചെയ്തൊരു പ്രവൃത്തി തനിക്ക് അത്രമേൽ പ്രിയപ്പെട്ട ഒരാളുടെ വലിയ മുറിവായി മാറിയത് അവൾക്ക് താങ്ങാവുന്നതിലും അധികമായിരുന്നു. മോളെ, ഇന്ന് ശ്യാം ഡിസ്ചാർജ് ആകും. ഞാൻ പോയി ആ വീടൊന്ന് റെഡിയാക്കിയിട്ട് വരാം. ഇന്ദു അത് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് നടക്കാൻ തുടങ്ങി. അമ്മേ, അവിടുത്തെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കൊള്ളാം. എല്ലാം ഞാൻ കാരണമാണ്. അത് പറഞ്ഞുകൊണ്ട് അവൾ അവൻ്റെ വീട് ലക്ഷ്യമാക്കി. അവൻ്റെ വീട് കഴുകി വൃത്തിയാക്കി ജനാലവിരികൾ മാറ്റി അവനെ വരവേൽക്കാൻ വേണ്ടതെല്ലാം ഒരുക്കിയത് വീണയായിരുന്നു. എങ്കിലും ശ്യാം വണ്ടിയിൽ വന്നിറങ്ങിയപ്പോൾ അവനും മുന്നിൽ ചെന്ന് നിൽക്കാൻ അവൾക്ക് ധൈര്യം വന്നില്ല. അവൾ സാവധാനം വീട്ടിലേക്ക് നടന്നു. ഏറെ നേരത്തിന് ശേഷം രവിശങ്കർ പെതുക്കെ മകളുടെ മുറിയിലേക്ക് ചെന്നു. മകളെ നോക്കി അദ്ദേഹം ഗൗരവത്തിൽ പറഞ്ഞു, വീണ, ഇന്നു മുതൽ ശ്യാമിൻ്റെ എല്ലാ കാര്യങ്ങളും നീ തന്നെ നോക്കണം. അവന് മരുന്ന് കൊടുക്കാനും ആഹാരം നൽകാനും അവനെ താങ്ങി നടത്താനുമെല്ലാം നീ കൂടെ ഉണ്ടാകണം. അവൻ സ്വയം വീണതാണെന്ന് പറഞ്ഞാലും എനിക്കറിയാം ഇതിൻ്റെ പിന്നിൽ നീയാണെന്ന്. അതുകൊണ്ട് തന്നെ നീ തന്നെ ഇത് ചെയ്യണം. രവിശങ്കറിൻ്റെ ആ വാക്കുകൾക്ക് പിന്നിൽ ആ അച്ഛനെടുത്ത വലിയൊരു തീരുമാനമുണ്ടായിരുന്നു. തൻ്റെ മകളുടെ ജീവിതം ഏറ്റവും സുരക്ഷിതമായ കൈകളിലേക്ക് ഏൽപ്പിക്കാനുള്ള ഒരു നിശബ്ദമായ തുടക്കമായിരുന്നു അത്. ഒന്നും മിണ്ടാതെ അവൾ തലകുലുക്കി സമ്മതിച്ചു. ആ നിമിഷം തന്നെ അവൾ എഴുന്നേറ്റ് ശ്യാമിൻ്റെ വീട്ടിലേക്ക് നടന്നു. അവൾ അകത്ത് ചെല്ലുമ്പോൾ ശ്യാം ക്ഷീണത്താൽ കണ്ണടച്ച് കിടക്കുകയായിരുന്നു. അവൻ്റെ മുറിവേറ്റ കാലിൽ പെതുക്കെ തൊട്ട് അവൾ പൊട്ടിക്കരഞ്ഞു. ചേട്ടാ, എന്നോട് ക്ഷമിക്ക്. ഞാൻ അറിയാതെ. അവളുടെ വാക്കുകൾ വിതുമ്പലിൽ മുങ്ങി. ശേ, എന്താണോ താനീ കാണിക്കുന്നത്? ഒരു ചെറിയ വീഴ്ചയല്ലേ, അതിനിത്ര സങ്കടപ്പെടാൻ എന്തിരിക്കുന്നു? ശ്യാം പതിഞ്ഞ സ്വരത്തിൽ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അവൻ്റെ ആ ചിരിയും ക്ഷമയും അവളുടെ ഉള്ളിലെ സങ്കടം ഇരട്ടിയാക്കി. അവൻ്റെ മുഖത്ത് നോക്കാൻ ധൈര്യമില്ലാതെ അവൾ തല കുനിച്ചു നിന്നു. ഞാൻ ഭക്ഷണമെടുക്കാം. അത് പറഞ്ഞ് തിരിഞ്ഞ അവളുടെ കൈകളിൽ ശ്യാം മുറുക്കി പിടിച്ചു. ആ സ്പർശനത്തിൽ അവളൊന്ന് വിറച്ചു. അവൾ അറിയാതെ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കിപ്പോയി. ആ നിമിഷം അവരുടെ കണ്ണുകൾ തമ്മിലിടഞ്ഞു. അവൾക്ക് നോട്ടം പിൻവലിക്കാൻ കഴിഞ്ഞില്ല. വാക്കുകൾക്ക് പറയാൻ കഴിയാത്ത അത്രയും വലിയൊരു സത്യം ആ കണ്ണുകൾ പരസ്പരം കൈമാറുകയായിരുന്നു. താൻ ഇത്രയും കാലം ഒളിപ്പിച്ചു വെച്ച കുസൃതികൾക്ക് പിന്നിൽ അവനോടുള്ള ഇഷ്ടമായിരുന്നുവെന്ന് അവൾ ആദ്യമായി തിരിച്ചറിയുകയായിരുന്നു. ദിവസങ്ങൾ കഴിഞ്ഞുപോയി. മംഗലത്ത് തറവാടിൻ്റെ അകത്തളങ്ങളിൽ ഇപ്പോൾ പഴയ കലഹങ്ങളില്ല. പകരം പ്രണയത്തിൻ്റെ ഇമ്പമുള്ള സംഗീതം മാത്രം. രവിശങ്കറിൻ്റെയും ഇന്ദുവിൻ്റെയും മൗനാനുവാദം വീണയ്ക്ക് കരുത്തായി. ഇതിനിടയിൽ ശ്യാമിൻ്റെ മാതാപിതാക്കളുമായി സംസാരിച്ച് രവിശങ്കർ അവരുടെ ഭാവി ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. ശ്യാം പെതുക്കെ പരസഹായമില്ലാത്ത ചുവടുകൾ വെക്കാൻ പഠിച്ചു. വീട്ടുജോലികളിൽ ഒട്ടും താല്പര്യമില്ലാതിരുന്ന ആ പഴയ വീണക്കുട്ടി ഒരു ഭാര്യയുടെ ഉത്തരവാദിത്തത്തോടെയും സ്നേഹത്തോടെയും ശ്യാമിനെ പരിചരിച്ചു. ഓരോ ദിവസവും അവർ തിരിച്ചറിഞ്ഞു, തങ്ങൾക്കിടയിൽ പടർന്നു പന്തലിച്ച ഈ പ്രണയമില്ലാതെ ഇനി മുന്നോട്ട് ഒരു നിമിഷം പോലും സാധ്യമല്ലെന്ന്. അവനെ പിടിച്ച് നടത്തിക്കുന്നതിനിടയിൽ പലപ്പോഴും അവരുടെ ശരീരങ്ങൾ തമ്മിലുരസി. ആ സ്പർശനങ്ങളിൽ നിയന്ത്രിക്കാനാവാത്തൊരു വികാരം അവരെ പൊതിഞ്ഞു. എല്ലാവരോടും വാതോരാതെ സംസാരിച്ചിരുന്ന ആ വായാടി പൈങ്കിളി ഇപ്പോൾ ശ്യാമിൻ്റെ മാത്രം പ്രിയപ്പെട്ടവളായി ഒതുങ്ങിക്കൂടി. ശ്യാം പൂർണ്ണമായി നടന്നു തുടങ്ങിയ ഒരു വൈകുന്നേരം അവൻ അവളോട് പറഞ്ഞു, ഇനി നീ വരണമെന്നില്ല. ഇനി ഞാൻ തന്നെ എൻ്റെ കാര്യങ്ങൾ നോക്കിക്കോളാം. അവൻ്റെ ആ വാക്കുകൾ വീണയുടെ ഉള്ളിൽ ഒരു വലിയ സ്ഫോടനം തന്നെ സൃഷ്ടിച്ചു. അവൾ ഒന്നും മിണ്ടാതെ അടുക്കളയിലേക്ക് പിൻവലിഞ്ഞു. അവിടെ വാതിലിൻ്റെ മറവിൽ നിന്ന് അവൾ പൊട്ടിപ്പൊട്ടി കരഞ്ഞു. അവളെ തിരഞ്ഞെത്തിയ ശ്യാം കാണുന്നത് വിതുമ്പി കരയുന്ന വീണയാണ്. എന്തു പറ്റി? താൻ എന്തിനാ ഇങ്ങനെ കരയുന്നത്? അവൻ ആകാംക്ഷയോടെ ചോദിച്ചു. അവൻ്റെ ആ ചോദ്യത്തിന് മറുപടിയായി അവൾ അവനെ വാരി പുണർന്നുകൊണ്ട് വിതുമ്പുന്ന സ്വരത്തിൽ പറഞ്ഞു, എടാ, നീയില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. ഞാൻ നിന്നെ അത്രമേൽ ഇഷ്ടപ്പെട്ടു പോയി. എന്നോട് ഇവിടെ നിന്ന് പോകാൻ പറയല്ലേ, പ്ലീസ്. ഏങ്ങലടിച്ചുകൊണ്ട് അവൾ അവനോട് ചേർന്ന് നിന്നു. ശ്യാം പെതുക്കെ അവളുടെ മുഖം കൈകളിൽ കോരിയെടുത്തു. കരഞ്ഞു കലങ്ങിയ ആ കണ്ണുകളിലേക്ക് അവൻ നോക്കി. അവളുടെ നെറ്റിയിലേക്ക് വീണ് കിടന്ന മുടിയിഴകൾ അവൻ പതുക്കെ വിരലുകളാൽ വകഞ്ഞു മാറ്റി. എന്നിട്ട് പ്രണയാതുരമായി അവളുടെ മിഴികളിൽ ചുംബിച്ചു. തൊണ്ടിപ്പഴം പോലെ ചുവന്നു തൊടുത്ത അവളുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ
അവന് തൻ്റെ വികാരങ്ങളെ നിയന്ത്രിക്കാനായില്ല. അവൻ്റെ ചുണ്ടുകൾ അവളുടെ പവിഴ ചുണ്ടുകളെ വാരിപ്പുണർന്നു. നിമിഷങ്ങൾക്കുള്ളിൽ സ്ഥലകാലബോധം വീണ്ടെടുത്ത വീണ അവനെ തള്ളിമാറ്റി. നാണം കൊണ്ട് വിടർന്ന മുഖവുമായി ഓടാനൊരുങ്ങിയ അവളെ അവൻ തടഞ്ഞു നിർത്തി. അവളുടെ കൈകളിൽ മുറുക്കെ പിടിച്ച് അവൻ കാതിൽ പെതുക്കെ മന്ത്രിച്ചു. പെണ്ണെ, ഒന്നിനും വേണ്ടിയും ഞാൻ നിന്നെ വിട്ടുകൊടുക്കില്ല. ഈ ശരീരത്തിൽ ജീവനുള്ളിടത്തോളം കാലം നീ എൻ്റേത് മാത്രമാണ്. തുടരും. അടുത്ത ഭാഗവുമായി കാണും വരെ ബൈ ബൈ. സ്റ്റേ സേഫ്.